ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്നും വെറും 1.7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വീടിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ 3 സെന്റ് 800 ലിങ്സിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഞാൻ പറഞ്ഞു കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വെറും 1.7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, ഇടപ്പള്ളി ലുലു മാളിലേക്ക് നോക്കുവാണെങ്കിൽ 16 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 24 കിലോമീറ്റേഴ്സുമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കണമെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് എത്താനായിട്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് സമരട്ടാൻ ഹോസ്പിറ്റൽ ഉള്ളത്. സ്കൂളുകളും ആരാധനാലയങ്ങളും എല്ലാം തന്നെ വളരെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. റോഡ് ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു വില്ലാ പ്രൊജക്ട് ആണ്. ഇവിടെ നിന്ന് റോഡിലേക്ക് വെറും 50 മീറ്റർ മാത്രമാണ്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം റോഡ് കാണാൻ പറ്റുന്നുണ്ട്. മെയിൻ റോഡ് ബസ് റൂട്ടാണ്. ഇത് മുന്നിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. 2 കാറുകൾക്ക് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാനുള്ള വിട്ടിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. 30-35ഓളം വില്ലകൾ വരുന്ന നല്ലൊരു വലിയ വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീടും വന്നിരിക്കുന്നത്. എല്ലാ വീടുകളിലും ഏകദേശം 30ഓളം വീടുകളിൽ ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള കുറച്ച് വീടുകളുടെ വർക്കുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ ഷെയ്ഡാണ്, നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളർ ആണെങ്കിൽ പോലും 2 തരത്തിലുള്ള ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മതിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ GA പൈപ്പ് കൊണ്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിൽ ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വളരെ മനോഹരമായിട്ടും അട്രാക്റ്റീവ് ആയ ഡിസൈനിലാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലെ റൂഫ് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കാണ് ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. ആ സമയത്ത് ഫ്ലോർ നോക്കുവാണെങ്കിൽ 2 ഡിസൈനുകളുള്ള ഇവിടുത്തെ ആ ഒരു ഫ്ലോർ നോക്കിയാൽ കാണാം 2 ടൈപ്പ് ഓഫ് ഡിസൈൻ വരുന്ന സ്റ്റോൺ ആണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ കടന്നു വരുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ 1ാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് സ്പോട്ട് ലൈറ്റുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ കാർ സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2ാമത്തെ കാർ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ വെച്ച ചെറിയൊരു വാട്ടർ ഫോൾസ് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിനൊരു കണക്ഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിലിനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. വാട്ടർ ഫൗണ്ടൻ വെച്ചിരിക്കുന്ന ആ ഒരു വോൾ നോക്കിയാൽ കാണാം ടെക്സ്റ്റർ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കണ്ടിന്യൂ ചെയ്തു വരുന്ന വഴി നോക്കിയാലും ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള എൻട്രിയാണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഹാളിന്റെ ഭാഗത്തൂടെയാണ്. ഒരു പാഷ്യൂ ഏരിയയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചെറിയൊരു വാട്ടർ പൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീടിന്റെ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇവിടെയൊക്കെ നമുക്കൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് ആ ഒരു മെറ്റൽ ചിപ്പുകളൊക്കെ വിരിക്കാനുള്ള വർക്കുകൾ അങ്ങനെയുള്ളത് മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്.
വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാവുന്ന ആ ഒരു സ്പേസിലാണ്. അതിന്റെ ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ കാണാം മധുര ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് GA പൈപ്പിന്റെ മനോഹരമായ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു പ്ലാന്റ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് ചെറിയ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ KWയുടെ വാട്ടർ കണക്ഷനും ബോർവെല്ലും 2 ടൈപ്പ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ട് നോക്കിയാലും ഭംഗിയായിട്ട് മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. ബോർഡറിലും സ്റ്റെപ്പിലും ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിലെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റ് ഒരുപാട് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സിറ്റ് ഔട്ടിന്റെ നേരെ ടോപ്പിൽ നോക്കിയാലും ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ്, തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ലിവിംഗിലേക്ക് പോകാം. ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നല്ല വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് നടക്കുന്ന ആ ഭാഗത്ത് മെയിൻ എൻട്രൻസിന്റെ ഭാഗത്ത് മാത്രം വുഡൻ ടൈപ്പ് ഓഫ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിന്റെ എല്ലാം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് വുഡനായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം സ്പോട്ട് ലൈറ്റുകളാണ് നിറയെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് കാണുന്ന ഭാഗത്തൊക്കെ LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വോളിലൊക്കെ നോക്കിയാൽ കാണാം ചെറിയ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV വെക്കാനായിട്ട് നമുക്ക് ഇവിടെയാണ് അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് മൾട്ടിവുഡിൽ ഈ ഒരു ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ട് ഭംഗിയായിട്ട് ഗോൾഡൻ ബീഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഷോലൈറ്റ് വരുന്നുണ്ട്. താഴെ നമുക്ക് ഒരുപാട് കബോർഡുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തിനൊത്ത ഒരു വലിയ റൂം തന്നെയാണ് ഇവിടെ ലിവിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. മൾട്ടിവുഡിലാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ കാണുന്ന ഈ ഗ്ലാസുകളെല്ലാം മിററുകളാണ്. ആക്ച്വലി നമ്മുടെ റിഫ്ലക്ഷൻ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് മിററുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് പെബിൾസ് ഇടാനുള്ള വർക്കുകളും അങ്ങനെയുള്ള ചെറിയ വർക്കുകളും കൂടിയാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. നമ്മൾ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ആ ഒരു പാർട്ടീഷൻ നിങ്ങൾ കണ്ടിരുന്നു. പാർട്ടീഷന്റെ സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാലും കാണാം പ്രത്യേക മോഡലിലാണ്, വുഡൻ ഫ്രെയിം ആണ് വരുന്നത്. അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. 6-7 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം നോർമലി നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിരിക്കും. ബാക്കി വരുന്ന ഏരിയാസിൽ റൂഫിൽ നോക്കിയാൽ പാനലിംഗ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മിഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഷാൻലിയറുമാണ് ഇട്ടിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമ്മൾ നിന്ന സമയത്ത് വേറൊരു കാര്യം നോക്കാനുള്ളത് ഈ ഭാഗത്തെ ഒരു വോൾ നിങ്ങൾ കണ്ടോളൂ. ബ്രിക്കിന്റെ ഡിസൈൻ കുറച്ച് പ്രൊഡക്ഷൻ വരുന്ന രീതിയിൽ ഭംഗിയായ ഒരു ടൈലാണ് ഈ കാണുന്ന വോളിൽ ഒട്ടിച്ചിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം തൽക്കാലം വേക്കന്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആ മിഡിൽ പോർഷനിൽ കാണുന്ന ഒരു പീസ് വന്നിട്ട് മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ജാളി മോഡലുള്ള കുറച്ച് ഓപ്പണിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ പോകുമ്പോൾ ആ ഭാഗത്തായിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കിട്ടുന്നത്. ഭംഗിയായിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായ ഡിസൈനുള്ള മിററാണ്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജാഗ്വാറിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കാണാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഇനി ഡെക്കറേഷൻ വർക്കുകളൊക്കെ നമുക്ക് വരാനുണ്ട്. ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ കാണാം. അത് ഫിക്സഡ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. അത് തുറന്നിറങ്ങുന്നത് പാഷ്യൂ ഏരിയയിലാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വാട്ടർ കൂൾസ് ഒക്കെ നമുക്ക് ഇനി അറേഞ്ച് ചെയ്യാനുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് എൻട്രൻസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചന്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ PVC പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തുള്ള ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ഗ്രാനൈറ്റും വുഡനും കൂടെ മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ തന്നെ 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബീച്ച് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്.
മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നോക്കുവാണെങ്കിൽ മൊറോക്കൻ ടൈലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അധികം ഒന്നും അങ്ങനെ ഇത്രയും കബോർഡുകൾ കിട്ടാറില്ല. അതിനായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് താഴെയും മുകളിലും കബോർഡും സ്ലാബും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിന് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചന്റെ സ്പേസിന് എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. താഴെ ഫ്ലോറിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഫ്ലോറിൽ തിരിച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്കാണ്. നമ്മൾ ഓൾറെഡി കണ്ട ഏരിയ തന്നെയാണ്. അവിടെ വേക്കന്റ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. അവിടെ നിന്നാണ് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകേണ്ടത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും വി ഗാർഡിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 13-11 ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 സിംഗിൾ വിൻഡോസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ റൂമിലേക്ക് എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മിഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഏരിയ എല്ലാം തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വാർഡ്രോബുകളുടെയൊക്കെ നല്ല കളർ കോമ്പിനേഷൻ ആണ്. നമുക്ക് നോക്കിയാൽ ഗ്രേ കളറിൽ ഡിസൈൻ വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോയുടെ താഴെ വരുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. ഇതിന് താഴെ എല്ലാം നിന്ന് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് കുഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കാൻ യൂസ് ചെയ്യാം. ഇവിടെയും നമുക്ക് വലിയൊരു കബോർഡ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഡോർ വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഡിസൈൻ വരുന്ന ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കിയാൽ കാണാം ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. മിററിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് വരുന്നത്. ജാഗ്വാറിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. നേരെ കയറി വന്നപ്പോൾ ആ ഭാഗത്തായിട്ട് നമുക്ക് വലിയ ഓപ്പണിംഗ് ആണ് വിൻഡോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മുകളിലിട്ടിരിക്കുന്ന ഷാൻലിയർ നമുക്ക് കാണാം. താഴെ നിന്ന് നമ്മൾ ഈ ഷാൻലിയർ കണ്ടില്ല, ബിക്കോസ് സ്റ്റെപ്പിന്റെ മുകളിൽ തന്നെയാണ് വരുന്നത്. ഭംഗിയായിട്ടാണ് ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ ഹാള് കിട്ടുന്നത്. ഹാളിന്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ്, ഇങ്ങനെ നീളത്തിലാണ് ഈ ഒരു ഹാള് വരുന്നത്. സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ് കിട്ടുന്നത്. അവിടെ നമുക്ക് ഹാൻഡ് റൈൽസ് കൂടി കവർ ചെയ്യാനുണ്ട്. മൊറോക്കൻ ടൈലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ഡോർ ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കുള്ളതാണ്. ബാൽക്കണി തന്നെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് നല്ലൊരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിക്ക് മോഡലുള്ള വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം. ഹാൻഡ് റൈൽസ് എല്ലാം വന്നിട്ട് വുഡനും അകത്ത് ടഫന്റെ ഗ്ലാസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ സ്പോട്ട് ലൈറ്റുകളും ഷോ ലൈറ്റും ഒക്കെ ധാരാളമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാൽക്കണി കണ്ടിട്ട് നേരെ വീണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഈ വീട്ടിൽ നമുക്ക് 4 ബെഡ്റൂമുകളുണ്ട്. താഴെ നമ്മൾ ഒരെണ്ണമാണ് കണ്ടത്. 3 ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. 12-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം 3 വിൻഡോസ് ആ സൈഡിലും ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ വിൻഡോസ് 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വിൻഡോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഡോർ നമ്മൾ നേരെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ചെറിയ ബാൽക്കണിയാണ്. വീടിന്റെ ഫ്രണ്ട് ഫേസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയ വാർഡ്രോബാണ് നമുക്ക് കിട്ടുന്നത്. പുറത്തേക്ക് ഒട്ടും പ്രൊജക്ഷൻ വരാതെ അകത്തേക്ക് തള്ളി സ്ലൈഡിംഗ് രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിന്റെ സ്പേസ് ഒന്നും തന്നെ നമുക്ക് നഷ്ടമാകുന്നില്ല. മുകളിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിൽ നേരെ നോക്കിയാൽ കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തും ഇതുപോലെ ഒരു അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ടും കുട്ടികൾക്കുള്ള റൂമൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റി ആയിട്ടൊക്കെ ഈ ഒരു സൗകര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും കൂടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയൊരു മിററും ചെറിയൊരു ഡ്രോയും ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ നേരെ വരുമ്പോൾ തന്നെ ബോളിൽ നമുക്ക് നല്ല ഡിസൈൻ ആയിട്ട് മൊറോക്കൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ചെറിയൊരു വാഷ് ബേസിനും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ചെറിയ ഷെൽഫ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. വലിയൊരു മിററും ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്.
രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഇനി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഈ കാണുന്ന പാസേജിലൂടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ 4 വിൻഡോസ് ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് എലവേഷൻ സൈഡ് എലവേഷൻ ഒക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടെ മാറ്റു കൂട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി മിററോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടുത്തായിട്ട് ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. മെയിൻ വാർഡ്രോബുകൾ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സെയിം മെറ്റീരിയലിലും സെയിം കളർ പാറ്റേണിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ വോളിലും മൊറോക്കൻ ടൈൽ തന്നെയാണ് ഡിസൈൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു കബോർഡ് വരുന്നുണ്ട്. അതുകൂടാതെ വലിയൊരു മിററുമാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചെറിയ ബെഡ്റൂം ആണെങ്കിൽ പോലും അത്യാവശ്യം സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. 10.5 ഇൻറ്റു 8.5 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസും ഇവിടെ സിംഗിൾ വിൻഡോയും ആണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിനകത്ത് നോക്കിയാലും കാണാം വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 തലങ്ങളിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫില് സ്പോട്ട് ലൈറ്റുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ ഒക്കെ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് വെറും 1.7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3 സെന്റ് 800 ലിങ്സിലാണ് ലാൻഡ് അളവ് വരുന്നത്. 1800 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3.8 സെന്റ് ലാൻഡിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ബോർവെൽ വാട്ടറും നമുക്ക് അതുപോലെ തന്നെ KW വാട്ടറും കൂടിയാണ് ഇവിടെ. 2 ടൈപ്സ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഭംഗിയുള്ള ഒരു വീടാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടതാണ്. വയറിംഗ്, കേബിള്, ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലെ വീട് സ്വന്തമാക്കാനായിട്ടും മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 87 ലക്ഷം രൂപയാണ്. 87 lakhs എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് കണ്ടിഷ്ടപ്പെട്ടാൽ മാർബിൾ ഹോംസിന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് ഈ ഒരു വീട് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.